9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് നാസയുടെ ഗവേഷണ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇവരുടെ മടക്കയാത്രയെക്കുറിച്ച് ഏറെ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പലതവണ സുനിതയുടെയും ബുച്ചിന്റെയും മടക്കയാത്ര നാസയ്ക്ക് നീട്ടിവെക്കേണ്ടിവന്നു. ഇത്രയും സുദീർഘമായ ബഹിരാകാശവാസത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും. ISSലെ ദീർഘമായ വാസം ഭൂമിയിലെ ആളുകൾക്കിടയിൽ ഉയർത്തുന്ന ആശങ്കകൾക്ക് കഴമ്പില്ല എന്ന തരത്തിലാണ് മാധ്യമപ്രവർത്തകരോട് സുനിത വില്യംസും ബുച്ച് വിൽമോറും പ്രതികരിക്കുന്നത്. എപ്പോഴാണ് തങ്ങൾ തിരിച്ചെത്തുക എന്നത് സംബന്ധിച്ച് ഭൂമിയിലെ ആളുകൾക്ക് കൃത്യമായി അറിയാത്തതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും അത്തരത്തിലുള്ള എല്ലാ അനിശ്ചിതത്വങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും സുനിത പറയുന്നു. അതേസമയം സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ബഹിരാകാശ ജീവിതം ഇത്രയധികം നീളാൻ രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബുച്ചിന്റെ പ്രതികരണം. സുനിതയും ബുച്ചും ബഹിരാകാശ നിലയത്തിൽ മുൻ നിശ്ചയിച്ചതിൽ നിന്ന് വിപരീതമായി 9 മാസത്തോളം കഴിയേണ്ടി വന്നതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകനും സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്കും ശ്രമിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് ബുച്ചിന്റെ ഈ മറുപടിയും വരുന്നത്. ജോ ബൈഡൻ ഭരണകൂടം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്ന് ട്രംപ് മുൻപ് തുറന്നു പറഞ്ഞിരുന്നു. വെറും 8 ദിവസത്തെ ദൌത്യത്തിനായി സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര നീളുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.